ഞാനിപ്പോൾ കന്നാപ്പൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നോൺ പോങ്ങിലേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ആദ്യം എന്നോട് വെച്ച് വരുന്ന ഇത്രയാണ് ഗ്യാസ് 300, ആകെ 40 കിലോമീറ്റർ ഉള്ളൂ 300. പിന്നെ ഇത് ഷെയർ ടാക്സിയാണ്, ഫുള്ള് ലോഡാണ്. ഇയാൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഒറ്റ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും മുമ്പിലോട്ട് വന്ന് വെച്ച് ഇങ്ങനെ ഹലോ ഗായ്സ്. ഇപ്പോൾ മേഘാലയ യാത്രയിൽ ഗുവാഹട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ആസാമിൻ്റെ ക്യാപിറ്റലാണ് ഗുവാഹട്ടി. അപ്പോൾ ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ള ഒരു ധാരണവും ഇല്ല. രാവിലെ 9:45 ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഫുഡൊന്നും കഴിച്ചില്ല. അതിൻ്റെ ഇടയിൽ 2-3 വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഇതാണ് ഗുവാഹട്ടി സ്റ്റേഷന്. പിന്നെ എൻ്റെ വണ്ടി നിർത്തിച്ചത് ഇതല്ല, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലും തോന്നുന്നു. അവിടെ നിന്ന് ഞാൻ എസ്കലേറ്റർ വഴി ഇങ്ങോട്ടേക്ക് വന്ന്. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. മൊത്തം സ്ത്രീകളും മറ്റവന്മാരൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് എസ്കലേറ്ററിലും ട്രെയിനിൻ്റെ അറ്റത്തും പിന്നെ നമ്മളെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് ഇരിക്കലും കിടക്കലും അങ്ങനെയുള്ള ആ ഒരു പരിപാടിയൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ കാണുന്നുള്ളത്. പിന്നെ എന്നോട് 2 പേര് നമുക്ക് മെസ്സേജ് പറയായിരുന്നു, ഇതിൻ്റെ ബാക്കിലൊരു കേരള ഹോട്ടലുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് ചെക്ക് ചെയ്യട്ടെ, എവിടെയാണ് കേരള ഹോട്ടലുള്ളത്, ഉണ്ടെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കണം. കേരളത്തെ ഫുഡ് കഴിക്കാണ്ട് കുറേ സമയമായി. പിന്നെ അവിടെ കഴിച്ചതിന് ശേഷം എനിക്ക് പിന്നെ കേരള ഫുഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഫുഡിനോട് മിങ്കിളാവേണ്ടി വരും. ഇനിയും കുറേ സമയം നിൽക്കാനുണ്ടല്ലോ. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണുള്ളത്, അതായത് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയിൽ. അതവിടെയാണ് മെയിൻ ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ബാക്കിലൊരു ചെറിയ മാർക്കറ്റ് പോലെ തന്നെയാണ് ഇവിടെ സംഭവമല്ലോ, കാണുന്നുണ്ടല്ലേ? ഹോട്ടലൊക്കെ നോക്കി ഇവിടെ ഒരു കേരള ഫുഡ് ഉണ്ട് പറയുന്നത് കേട്ടിട്ട്, പക്ഷെ അത് എവിടെയാന്ന് എനിക്കറിയാലോ. തപ്പി പിടിക്കണോ എവിടെയെന്നുള്ളത്, തപ്പണു പണിയുണ്ടാവും എന്തായാലും. ഏതല്ലോ ഗല്ലിയിലായിട്ട് വന്നിട്ട് ലാസ്റ്റ് നമ്മളെ കേരള ഭവനെത്തി. കുറെ ആൾക്കാരോട് ചോദിച്ചാൽ എനിക്ക് റഷ് ആകുന്നുണ്ട്. ഫുഡ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫുഡ് ഇഡ്ഡലിയും പിന്നെ ചമ്മന്തിയുണ്ട്, സാമ്പാറുണ്ട്. സാധനം ടേസ്റ്റും അതേപോലെ ടേസ്റ്റ്, നമ്മളെ ടേസ്റ്റ്. വേറെ സമാധാനം കിട്ടിയത് കഴിക്കുമ്പോ. फैंसी बाजार कपड़े बेचने वाली गैस वांगंडे सो कितने है इसमें? तो वहाँ से ले लो गैस गैस 430 430 मतलब इंग्लिश में 430 ओ गैस को पूरा एक साथ ही 550 गैस को पूरा। लास्ट में कितना मिलेगा? एक बार पकड़ कर देखो ये पॉकेट में। कोई बात नहीं है ना, ब्लॉग वीडियो करने की प्रॉब्लम नहीं है ना? नाजू वीडियो करने कोई दिक्कत, वीडियो कर रहे हैं कोई प्रॉब्लम नहीं है ना, व्लॉगिंग कर रहे हैं। ये वाला पावर कुक അപ്പോൾ നമ്മൾ 500 ഗ്ലാസ് ഇവിടുന്ന് പവർ കുക്ക് എന്ന് പറയുന്നുള്ള ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചോണ്ടുള്ളത്. ഫാൻസി ടവറിലുള്ള അല്ല, ഫാൻസി ബസാറിലുള്ളത്. लास्ट कितना में मिलेगा वो बोलो? 5 लास्ट का मिलेगा। क्या है भाई, आपका नाम भी मैं व्लॉग में डाल रहा है। वो तो है 550 है ना, तो 50 रुपीस कम कर दिया। क्या है लास्ट 4 में? नहीं क्या है भाई, नहीं हाँ ठीक है। वो एक बार पकड़ कर दिखाओ। ഷോപ്പ് ഉണ്ടല്ലോ, ഈ ഷോപ്പിൻ്റെ ആൾക്കാർ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓരോ വീഡിയോ എടുക്ക്, പിന്നെ ഷോപ്പിൻ്റെ നെയിം കാണിച്ചു കൊടുക്ക്. അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഒരു 100 രൂപ വീണ്ടും കുറച്ച് കിട്ടി. ठीक है चलेगा बस ഓക്കെ. ഞാൻ അപ്പോൾ ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഇറങ്ങാം. ഓക്കെ ഏകദേശം ഇവിടുത്തെ ചൂട് കാണാമല്ലോ. ഒന്ന് ഒരു ഗ്ലാസ് വേണം, പിന്നെ ഒരു ഇത് വേണം, എന്ത് തൊപ്പിയും വേണം. ഈ ഗ്ലാസ് വേണ്ട, കൊള്ളാലോ, വെച്ച് നടക്കാൻ പറ്റും. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ എടുക്കാണ്. ബൈസ്को कितना है भाई? लास्ट रेट बिल बार्गेन कुछ नहीं, लास्ट पर
लास्ट बोलो यार इसके 300 एकदम लास्ट प्राइस बता दिया आपको। इसको बाहर से इसलिए 300 बोल नहीं है, मैं कस्टमर को 290 बोलता हूँ, यूरेट बोला नहीं। ये लास्ट 250 में दे, इसका रेट में दे 300 दीजिए, नहीं पुसाएगा इसलिए बोल रहा हूँ, मैं इतना बोलना नहीं पड़ता। मार्केटिंग वाला प्राइस बताया नहीं आपको। हाँ सामान यूज कीजिए, अच्छा क्वालिटी अच्छा है। ये वाला कितना का लास्ट आप बोलिए। 300 दीजिएगा। मेरे को वो चाहिए, क्या है ना, एक कैप चाहिए, किधर मिलेगा वो बड़ा वाला राउंड नेक वाला? मस्जिद गली के अंदर में मिलेगा आपको, सेम कॉम्प्लेक्स। जिम कॉम्प्लेक्स में, ठीक है, ये मेरे को चाहिए। आप लास्ट रेट बताओ, आपका शॉप का नाम भी ब्लॉग में वही है ना, शलीला प्लाजा HB रोड फैंसी मार्केट का नाम है, हमारा शॉप का नाम है SS ऑप्टिकल। SS ऑप्टिकल। അപ്പോൾ ഇവിടെ വരുന്നവർ ഇയാളുടെ ഷോപ്പിലേക്ക് വരിക, കാരണം ഇയാൾ എനിക്ക് ഈ സാധനം 250 में देता है ना, 250 को। क्या है भाई आपका शॉप का दुकान का वो भी मैं फेमस करेगा, लास्ट करो 250 चलेगा? इधर बोल कर दे देख कर താങ്ക് യു ठीक है। അപ്പോൾ ഞാൻ അടുത്ത ഷോപ്പിലേക്ക് പോവാണ്, നേരെ തിരിച്ചിപ്പോൾ നമുക്കൊരു ഈ മഴത്ത് പോകണമെങ്കിൽ ഒരു അല്ല മഴ പറയുന്നത് വെയിലത്ത് പോകണമെങ്കിൽ ഒരു ക്യാപ്പ് വേണം, ഇല്ലെങ്കിൽ മുഷ്കിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം എങ്ങനെ ഇതാവുമല്ലോ, ഇത് എടുക്കാന്നുള്ള കൺഫ്യൂഷനിലാണ്. വൈസ് മേ ബ്ലാക്ക് കളർ ഏ വാല മേ ഇത് മറ്റെന്തോ ഇട്ട പോലെ ഞാൻ എന്തായാലും ഈ സാധനം എടുക്കാം. मैं इसमें दूसरा कलर है, ये वाला में, ये वाला में दूसरा कलर है ब्लैक। ब्लैक है तो कोई है तो चलेगा। दो ही कलर है, ब्लैक ही मिलेगा, 3 कलर है। हेलो ഈ സാധനം കൊള്ളാം, ഈ പസ്സല് ഇത് കൊള്ളാം ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിട്ടിട്ടാണ് പോവാനെ. कितना है भाई इसको? सेम प्राइस है 250। कोई डिस्काउंट नहीं है? नहीं है, होलसेल है। हाँ थोड़ा सेट ഉള്ളത് ഗുവാഹട്ടിയിൽ ഫാൻസി ബസാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതിലെല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവ് കിട്ടും. നമുക്ക് ഈ ഗ്ലാസും പിന്നെ ഈ തൊപ്പിയും ഉണ്ടല്ലോ, ഈ ബ്ലോഗിങ് ചെയ്യുന്നതുകൊണ്ട് അവർ വീണ്ടും ആദ്യം റേറ്റ് പറഞ്ഞ് പിന്നെ റേറ്റ് പറഞ്ഞ് പിന്നെ യൂട്യൂബിലൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും റേറ്റ് കുറച്ച് തന്ന് അവരെ ഷോപ്പിലൊക്കെ കാട്ടിച്ചുകൊണ്ട്. എനിവേ ഇതിൽ നമുക്കൊരു ഉപകാരം തന്നെയാണ്. പിന്നെ ഈ തൊപ്പിയൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ പോകാൻ ഭയങ്കര മുഷ്കിലാണ്, അമ്മാതിരി വെയിലാണ്. നിങ്ങൾ കാണുന്നുണ്ടോ നോക്കുക, ഇപ്പോൾ ഫാൻസി ബസാറാണ്. ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു ഹൈവേ ഉണ്ട്, 1.5 കിലോമീറ്ററാണ് നടന്നു വന്നത്. ഇനിയിപ്പോൾ അതേ 1 കിലോമീറ്റർ റിട്ടേൺ നടന്നു പോകണം. അവിടെ പോയി ബസ് പിടിച്ച് കാനപ്പുര അങ്ങനെ എന്തോ ഒരു ജാഗയുണ്ട്, അവിടെ ഇറങ്ങി വേണം എൻ്റെ യാത്രകൾ, അതായത് ലിഫ്റ്റ് അടിച്ചുള്ള യാത്രകൾക്ക് തുടങ്ങുന്നത് അവിടെ മുതലാണ്. ഓക്കെ, വീഡിയോ മൊത്തത്തിൽ കാണാം, ആരും ഇടയിൽ കട്ടാവാൻ വേണ്ട. ഓക്കെ, കുറേ നടന്ന് നല്ല ദാഹമുണ്ട്. അപ്പോൾ നല്ല കോൾഡ് ബനായ നല്ല കോൾഡിലൊരു നിംബു ജീര ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ആ ബ്രിഡ്ജ് കടന്നിട്ട് വേണം എൻ്റെ ബാക്കിയുള്ള പരിപാടി തുടങ്ങാൻ. ഓക്കെ, ഞാനിപ്പോൾ കന്നാപുരം പോകുന്ന ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കന്നാപുരത്തേക്ക് ഏകദേശം 25 രൂപ ബസ്സിന് അത്രയാണെന്നുള്ളൂ. പിന്നെ അവിടുന്ന് പിന്നാണ് വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് കാര്യങ്ങൾ, അങ്ങനെയാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ബസ് AC ബസ്സാണ്. ഇത്ര നേരം നല്ല വെയിലത്തുണ്ടായി. പിന്നെ തൊപ്പി വാങ്ങി ആൻഡ് ഒരു കണ്ണാടി വാങ്ങി, പിന്നെ അതല്ലാണ്ട് ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങി. പക്ഷെ അതിനൊന്നും ചീത്ത വാങ്ങിയിട്ട് എന്ത് നമ്മളെ പാത്രങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഇനി എല്ലാവരും നല്ല ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് ഇത് പോവാണിപ്പോൾ. ഓക്കെ, ഓരോന്നായിട്ട് വീഡിയോയിൽ വരുന്നുണ്ട്. നല്ല പൈപ്പ് ഉണ്ട് ഇവിടെ, നല്ല മറ്റേ വൈറ്റ് റൈസും കണ്ട് കുറച്ച് ദാളും കണ്ട്. ചെറിയ ഹോട്ടല് റോഡ് സൈഡില് 60 രൂപ എന്നുള്ളത്. അപ്പോൾ
60 രൂപ എന്നുള്ള. അപ്പോൾ അതും കഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തിരിക്കും. ഇവിടുന്ന് ഇപ്പോൾ കന്നപ്പുര ഉണ്ട്, ബസ്സിൽ വന്ന് കന്നപ്പുര എത്തി. ഇപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ച് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അങ്ങോട്ടുള്ള യാത്ര ഇതുപോലെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. വർക്കിന് നല്ല ക്ഷീണം ഉണ്ടാക്കി. പിന്നെ ദാളുണ്ട്, പപ്പടുണ്ട്, പിന്നെ 2-3 സബ്ജി എന്ന് പറഞ്ഞത്. ഇതെന്ത് സാധനം? നിമ്പു നിമ്പു ചെറുപുളി ഗൈസ്. मैं केरला से, अभी शिलोंग जा रहा है. बस में नहीं, मैं गाड़ी को लिफ्ट कर जा रहा है. गाड़ी मिलता है ना, ट्रक जैसा गाड़ी. हाँ ഫുഡ് ഓക്കെയാണ്. സാമ്പാർ, ഇനി നോൺ വെജ് ഇല്ല, ഫുള്ള് വെജ് തന്നെയാണ് ഇനി അങ്ങോട്ട്. ഓക്കെ ഗൈസ്, എൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് നോങ്പോങ്, അത് കഴിഞ്ഞിട്ട് ഷിലോങ്. അതാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നുള്ളത്. പിന്നെ പോകുന്ന വഴിയിൽ ഇവിടെ കുറേ ടാക്സിക്കാരുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വിളിക്കാണ്, വാ വാ വാ, അടുക്ക് പോകുന്ന, ഇങ്ങോട്ട് പോകുന്ന, എങ്ങോട്ട് കൊണ്ടാക്കണം, ഇങ്ങനെയൊക്കെ കേട്ടോണ്ട് വിളിക്കാൻ. കാരണം അവർ ആര് കേൾക്കുമ്പോൾ ഒന്നും സംസാരിക്കാനൊന്നുമില്ല. സംസാരിച്ചാൽ പിന്നെ അവർ കയറുന്നതിന് മുമ്പേ ബാർഗെയിനിങ് തുടങ്ങും. എനിവേ ഞാൻ ഹൈവേ കയറിക്കോട്ടെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലിഫ്റ്റ് അടിക്കാനുള്ള പരിപാടി തുടങ്ങും. ഇതാണ് ഗുവാഹട്ടി. ഞാനിപ്പോൾ കന്നാപൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നോൺപോങ്ങിലേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ആദ്യം എന്നോട് വെച്ച് വരുന്ന ഇത്രയാണ് ഗ്യാസ് 300, ആകെ 40 കിലോമീറ്റർ ഉള്ളൂ, 300. പിന്നെ ഇത് ഷെയർ ടാക്സിയാണ്, ഫുള്ള് ലോഡാണ്. ഇയാൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഒറ്റ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും മുമ്പിലോട്ട് വന്ന് വെച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പോകുമ്പോൾ വല്ല ട്രക്കോ അങ്ങനെ വല്ലതും കിട്ടിയാൽ അതിലേക്ക് ചാടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നുള്ളത്. ഷെയർ ടാക്സി പോവായിരുന്നു, പക്ഷെ അതിനേക്കാളും ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നി. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. എങ്ങനെ മനസ്സിലായതാ, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വന്നോണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കയറി പറ്റണം. നമുക്കിപ്പോൾ ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു കൂട്ടുകാരൻ്റെ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അയാൾ ഷിലോങ്ങിലേക്ക് പോകുന്നുള്ളത്. ഞാൻ നൊൻപോലെ ഇറങ്ങും. നിങ്ങൾക്ക് ഇത് കേൾക്കുമെന്ന് അറിയില്ല, ബട്ട് ഞാൻ പോയോണ്ടുണ്ട്. ओके भाई, आपका नाम क्या है? दे. क्यों? दे दे दे. हाँ हाँ, दे के साथ में जा रहा है. बोला ഷിലോങ്, സോനാപൂർ, ജാഗി റോഡ്. ഞാനിപ്പോൾ പോകുന്നുള്ളത് नूनपुर. भाई नूनपुर में क्या है? नूनपोंग में देखने के लिए क्या है? माउंटेन है ना? हाँ माउंटेन. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ വണ്ടീൻ്റെ എണ്ണ കഴിഞ്ഞ് അങ്ങനെ ഞാനും ഹായ് പോലെ ഞാനും ബൈക്കും കൂട്ടിയിട്ടാ അടുത്ത പെട്രോൾ ബങ്കിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പിലേക്ക് എത്തുന്ന വെച്ച് പോയതാണ്, എത്തില്ല. അതാ പോകുന്നത് അവിടെ കാണുന്നുണ്ടല്ലോ, ഇന്ത്യൻ പമ്പ്, അതിലേക്ക് പോകും. ഇങ്ങനെയൊക്കെ ഇനി എന്തൊക്കെ വരാനുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ നടത്തത്തിൽ. ഇപ്പോൾ വണ്ടി നിർത്തി നല്ല ടയർഡായി ബൈക്കിൽ വന്നിട്ട്. ഒന്നാമത് ഈ സാധനവും പിടിച്ചുകൊണ്ട് വരാൻ നല്ല കഷ്ടമുണ്ട്. എന്തില് ബൈക്കിൽ നടന്നുകൊണ്ട്, പിന്നെ ബൈക്കിൽ ഇത് പിടിച്ച് തൂക്കുന്നുണ്ട്, എന്നെ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അയച്ച അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇനി ഇറങ്ങണം. പിന്നെ ആ കാണുന്ന കുട്ടി ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ചോദിച്ചു, അതായത് വ്ളോഗിങ്ങിൻ്റെ ഇതൊക്കെ ചോദിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കണ്ടിട്ടേയാ. നല്ല നല്ലത് ഓരോന്നും നടക്കും എന്നുള്ള പ്രതീക്ഷയിലുള്ള ഒരു യാത്രയാണിത്. ഇപ്പോൾ ഇനി മല കയറിയിട്ട് വേണം എൻ്റെ സ്ഥലത്തേക്ക് എത്താൻ. ഞാൻ നോങ്പോങ്ങിൽ നിർത്തിയില്ല, നേരെ ഷിലോങ്ങിലേക്ക് വിട്ടു. ഷിലോങ്ങിൽ ഇന്ന് രാത്രി അവിടെ സെറ്റാക്കണം. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഉറക്കമില്ല, നല്ല ഉറങ്ങണം. ഇന്ന് പോയിട്ട് കിടന്നുറങ്ങണം, അതാണ് മെയിൻ തീരുമാനം. എന്നിട്ട് രാവിലെ എണീക്കുക, ഒരു ടെൻഷനും ഇല്ലാണ്ട് എണീക്കുക. പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ഇങ്ങനെ നോക്കാം. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ചുറ്റിൽ തന്നെ പണി. അപ്പോൾ ഒരു സ്ഥലത്ത് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം, ആ ഒരു ഇതിലാണുള്ളത്. ഇത് നോക്കാം.
ഏകദേശം ഒരു 1.5-3 മണിക്കൂർ നല്ല മഴയായിരുന്നു. അപ്പോൾ എന്നെ ബൈക്കിൽ കൊണ്ടാക്കി അവനോട് ഞാൻ പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ സൈഡ് നിൽക്കാം. അപ്പം ഓൻക്ക് ലേറ്റായി നമ്മൾ ഞാൻ പറഞ്ഞു നീ വിട്ടോ, ഞാൻ വേറെ എന്തെങ്കിലും വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഓനെ വിട്ട്. പിന്നെ മഴ പോയിട്ടേ ഇല്ല, ഒരു വണ്ടി ഒന്ന് എത്തിച്ചിട്ടാ. ഇനി കുറച്ചും കൂടി മുകളിലേക്ക് കുറച്ച് ലെവൽ റോഡ് കിട്ടും, പിന്നെ അവിടെ നിന്ന് നിർത്താനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും പോയിട്ട് നോക്കാം, ഏതായാലും പെട്ട്. ഒരു വണ്ടിയും വരുന്നില്ല ഐസ്, ഇതൊന്നും എത്തിക്കൂല. വല്ല ട്രക്കോ വല്ലതും കിട്ടുന്ന നോക്കണം ആദ്യം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാ, അറിയാത്ത ലോകത്ത് ഒന്നും അറിയാണ്ടതാ ഇങ്ങനെ വെച്ചിട്ട വാഴത്തണ്ട് പോലെ ഇങ്ങനെ നടന്നോണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളല്ലേ. എന്തായാലും ഇറങ്ങുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്, അതുകൊണ്ട് അത്ര പ്രോബ്ലം ഒന്നുമില്ല. ആരായാലും ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രതീക്ഷിക്കാം. വണ്ടി കിട്ടൂല, നടക്കേണ്ടി വരും, പിന്നെ മഴ വന്നാൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അങ്ങനെ എന്തെല്ലോ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ വന്നാൽ മതി. ഷിലോങ്ങിലേക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ചേട്ടനുണ്ട്. ചേട്ടാ ഹായ്. ഇനി എന്തൊക്കെ വരാനുണ്ടാവും. मुंबई से आए हैं। आप मुंबई से आया? मुंबई से गाड़ी लेकर आए इधर तक? हाँ, ये गाड़ी लेकर मुंबई से आए। ओ, वो नया गाड़ी लिया मुंबई से? हाँ, नहीं ये कंपनी में जमा करना है ना। ആ പുള്ളി കമ്പനീൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുംബൈ പോയി, മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ളത് ഏനാ. പോലെ ഇങ്ങനെയൊക്കെ ഓരോരോ നമ്മൾ ലൈഫിൽ പ്രതീക്ഷിച്ചും കൂടി ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് ഓരോന്നോരോന്ന് കിട്ടുമ്പോണ്ടല്ലോ ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര ഫീലാണ്. പറഞ്ഞ് മനസ്സിലാവില്ല, ഒന്ന് ഇറങ്ങി നോക്കണം. ഞാൻ ഇപ്പൊ ഉള്ളത് മേഘാലയ പോകുന്ന റോഡിലുള്ള ഉമ്മാലിയ അങ്ങനെ എന്തോ ലേക്കിന് പേരുണ്ടായല്ലോ, വായി കൊള്ളുന്നില്ല പേരൊന്നും. ആ ലേക്കിന്റെ ഔമിയാം ലേക്കിന്റെ അടുത്തുണ്ട്. ഈ സൈഡ് ലേക്കാണെങ്കിൽ ആ വ്യൂസ് ഒക്കെ ഉണ്ടോ, അപ്പുറത്തെ സൈഡ് എന്താന്ന് ഞാൻ നോക്കി, ഞാൻ കാണിച്ചുതരാം. ഈ പാലത്തിന് ഒരു സൈഡ് ലേക്കും മറ്റേ സൈഡ് നോക്കിയാൽ മൊത്തം ഗ്രീനറിയാണ്. അമ്മാതിരി സ്ഥലമാണ്. ഒന്ന് നോക്കി നിന്നോവും. നോക്കില്ല, അങ്ങനെ അറ്റം വരെ നോക്കില്ല നിങ്ങൾ, നല്ല മഞ്ഞുണ്ട്. എനിവേ നമുക്ക് ഇപ്പോൾ ഇതേ റോട്ടിലൂടെ വേണം നമുക്ക് നടന്നുകൊണ്ട് പോവാൻ. ഷിലോങ് വരെ പോകണം. നുപ്പാട് കയറിയ പിക്കപ്പിൻ്റെ ആള് വേറെ റൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കുക. ഒരു കണക്കിന് കോണായി, ഇങ്ങനെയുള്ള വ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. മണി 8:30 ഞാനിപ്പോൾ ടെൻ്റൊക്കെ അടിച്ചതാ, കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. എവിടെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാനിപ്പോൾ ഉള്ളത് മേഘാലയക്ക് പോകുന്ന വഴി, അതായത് ഷിലോങ്ങിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ കാണുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് CRPF അല്ലേ? CRPFൻ്റെ. അപ്പോൾ അവരുടെ ക്യാമ്പിൽ കയറിയിട്ടാണ് ഞാൻ കുളിച്ചത്, പരിപാടിയെല്ലാം കഴിഞ്ഞത്. പിന്നെ എൻ്റെ ടെൻ്റ് ഉള്ളത് ഇവിടെയാണ്. ലൈറ്റ് കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ടെൻ്റ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കാട്ടിക്ക് ഒരു മിനിറ്റ്, ലൈറ്റ് ഒന്ന് എടുത്തോട്ട്. ഇതാണ് എൻ്റെ ടെൻ്റ്. എല്ലാ സാധനവും റെഡിയാക്കി. ഇനി നാളേക്ക് പോകുമ്പോൾ ഒന്നുകൂടി റെഡിയാക്കാനുണ്ട്. പിന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആകാൻ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്, എന്താ അറിയുന്നില്ല. എനിവേ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്താണ്. ഇന്നത്തെ വ്ളോഗ് നല്ല ലെങ്ത് ഉണ്ട്. ചിലപ്പോൾ ഈ വ്ളോഗ് നാളത്തെ വ്ളോഗിലേക്കും 2 പാർട്ടായിട്ട് ഞാൻ ഇടും, മിക്കവാറും വ്ളോഗ് ലെങ്ത് കൂടിയാൽ. എനിവേ നമുക്കത് നോക്കാം. അപ്പോൾ ബൈ.